നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും അതോടൊപ്പം തന്നെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങളുമൊക്കെ തന്നെ ആഗോള ഇന്ധന വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ ആഭ്യന്തര വിപണിയിലെ പാചകവാതക വിതരണത്തിലും വില നിർണ്ണയത്തിലുമൊക്കെ തന്നെ അതീവ ജാഗ്രതയോടെയുള്ള നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അസംസ്കൃത എണ്ണയുടെയും അതോടൊപ്പം തന്നെ ഗ്യാസിൻ്റെയും ലഭ്യതയിൽ ഉണ്ടാകുന്ന കുറവ് അത് ഭാവിയിൽ വലിയ വിലവർധനവിന് കാരണമാകുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് രാജ്യത്തെ LPG വിതരണ ശൃംഖലയിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇപ്പോൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സബ്സിഡി അർഹതയുള്ളവരെ കണ്ടെത്താനായിട്ട് കൂടുതൽ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഗാർഹിക സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിലയിൽ വരും ദിവസങ്ങളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ ഉപഭോക്താക്കൾക്കിടയിൽ ഇപ്പോൾ ആശങ്ക പടർത്തുന്നുണ്ട്. കേവലം വില വർധനവ് മാത്രമല്ല, സിലിണ്ടറുകളുടെ ബുക്കിങ്ങിലും അതോടൊപ്പം തന്നെ അവയുടെ വിതരണത്തിലുമൊക്കെ തന്നെ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ധന ഉപഭോഗം ക്രമീകരിക്കാനാണ് പൊതുമേഖല എണ്ണ വിതരണ കമ്പനികൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. വാർഷിക വരുമാനം 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള കുടുംബങ്ങളെ പാചകവാതക സബ്സിഡി പരിധിയിൽ നിന്നുമൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദായ നികുതി വകുപ്പിന്റെ രേഖകൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കാൻ എണ്ണ വിതരണ കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഉപഭോക്താക്കളുടെ സ്വകാര്യ ആദായ നികുതി വിവരങ്ങൾ എണ്ണ വിതരണ കമ്പനികൾ പരിശോധിക്കുന്നത് നിയമപരമാണോ എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അടുത്തിടെ പൂർത്തിയാക്കിയ KYC പുതുക്കൽ നടപടികളിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ വരുമാന പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. അർഹതയില്ലാത്തവർ സബ്സിഡി കൈപ്പറ്റുന്നത് തടയുന്നതിലൂടെ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാം എന്നാണ് അധികൃതർ കരുതുന്നത്. എങ്കിലും സാധാരണക്കാർക്കിടയിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിമാറി. സബ്സിഡി തുകയുടെ കാര്യത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിന് മുൻപ് 400 രൂപ വരെ ലഭിച്ചിരുന്ന സബ്സിഡി ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളൊക്കെ തന്നെ വന്നതോടെ വെറും 24 രൂപ 50 പൈസയിലേക്ക് ചുരുങ്ങിയിരുന്നു. ഇത്രയും ചെറിയ ഒരു തുകയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ സാമ്പത്തിക വിവരങ്ങളൊക്കെ തന്നെ ഇത്രമേൽ പരിശോധിക്കുന്നത് അത് അനാവശ്യമാണെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഉപഭോക്താക്കൾ. നിലവിലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചവർക്കും നികുതി പരിധിക്ക് പുറത്തുള്ളവർക്കും മാത്രമാണ് ഈ ചെറിയ ആനുകൂല്യം ലഭിക്കുന്നത്. അതേസമയം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കായിട്ട് വിഭാവനം ചെയ്ത ഉജ്ജ്വല യോജന പദ്ധതിക്ക് കീഴിലുള്ളവർക്ക് 300 രൂപ സബ്സിഡി ലഭിക്കുന്നു. എങ്കിലും ഈ വിഭാഗത്തിലുള്ളവരും തങ്ങളുടെ ആധാർ വിവരങ്ങളും അതോടൊപ്പം തന്നെ KYCയും ഒക്കെ തന്നെ കൃത്യസമയത്ത് പുതുക്കിയില്ലെങ്കിൽ ഈ ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എണ്ണ വിതരണ കമ്പനികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരുമാന പരിധി സംബന്ധിച്ച അറിയിപ്പുകളിൽ തെറ്റുകളൊക്കെ ഉണ്ടെന്ന് ബോധ്യമുള്ളവർക്ക് പരാതിപ്പെടാനായിട്ട് 7 ദിവസത്തെ സാവകാശവും നൽകിയിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ വന്നിട്ടുള്ള പുതിയ കാലപരിധി നിയന്ത്രണങ്ങളൊക്കെ തന്നെ അത് ഉപഭോക്താക്കളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം പുതിയ നിയമപ്രകാരം നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാകട്ടെ ഒരു സിലിണ്ടർ വാങ്ങി 25 ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത റീഫില്ലിങ്ങിനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലെ അവസ്ഥ ഇതിലും സങ്കീർണമാണ്. അവിടെ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബുക്കിങ്ങിനായിട്ട് 45 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. അതായത് 46-ാം ദിവസം മാത്രമേ അടുത്ത സിലിണ്ടറിനുള്ള അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ നീണ്ട ഇടവേള അത് വലിയ കുടുംബങ്ങളെയും അതോടൊപ്പം തന്നെ ഗ്യാസ് അമിതമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുമൊക്കെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കും. വിപണിയിലൊക്കെ തന്നെ കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കാനോ അതല്ലെങ്കിൽ ദുരുപയോഗം തടയാനോ ആണ് ഈ നീക്കമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്കിനും അതോടൊപ്പം തന്നെ ആശയക്കുഴപ്പങ്ങൾക്കും ഒക്കെ തന്നെ കാരണമാകുന്നു. വാണിജ്യ സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവ് സാധാരണക്കാരൻ്റെ ഭക്ഷണ ചെലവിനെയും ബാധിച്ചിരിക്കുകയാണ്. ഈ മാസം 1-ാം തീയതി മുതൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഏകദേശം 993 രൂപയോളമാണ് വർദ്ധിച്ചത്. ഇതിൻ്റെ നേരിട്ടുള്ള ആഘാതം അത് ഹോട്ടൽ മേഖലയിലാണ് ദൃശ്യമായത്. പലയിടങ്ങളിലും ചായയ്ക്കും ലഘുഭക്ഷണങ്ങൾക്കും ഒക്കെ തന്നെ ആകട്ടെ വില 5ഉം 10ഉം രൂപയൊക്കെ വീതം വർദ്ധിച്ചു കഴിഞ്ഞു. പല ചെറുകിട ഹോട്ടലുകളും ലാഭകരമല്ലാത്തതിനാൽ തന്നെ പൂട്ടേണ്ടി വരുന്ന അവസ്ഥയിലാണ്. നിലവിൽ പ്രവർത്തിക്കുന്നവയാകട്ടെ അവർ തങ്ങളുടെ മെനു ഒക്കെ തന്നെ കൃത്യമായി പരിഷ്കരിക്കുകയും ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ തന്നെ അളവ് കുറയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് ഈ ഒരു സമയം ശ്രമിക്കുന്നത്. ഗാർഹിക സിലിണ്ടറുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള 45 ദിവസത്തെ പരിധി കരിഞ്ചന്ത സജീവമാകാൻ കാരണമാകുന്നുണ്ടെന്ന ആക്ഷേപവും ഇപ്പോൾ ശക്തമാണ്. സിലിണ്ടറുകളുടെയൊക്കെ തന്നെ ലഭ്യത കുറയുന്നതോടെ അനധികൃതമായിട്ട് കൂടുതൽ പണം വാങ്ങിക്കൊണ്ട് ഗ്യാസ് എത്തിച്ചു നൽകുന്ന സംഘങ്ങൾ പലയിടങ്ങളിലുമൊക്കെ തന്നെ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. ഇത് തടയാനായിട്ട് അധികൃതർ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. ഗ്യാസ് സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിതരണത്തിൽ വഞ്ചിക്കപ്പെടാതിരിക്കാനായിട്ട് ഉപഭോക്താക്കൾ സ്വയം ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ ലഭിക്കുന്ന സിലിണ്ടറിൽ ഗ്യാസിൻ്റെ അളവ് കുറവാണെന്ന് സംശയം തോന്നിയാൽ അത് വിതരണം ചെയ്യാൻ എത്തുന്ന ജീവനക്കാരനോട് ആ സിലിണ്ടർ തൂക്കം നോക്കി പരിശോധിക്കാൻ ആവശ്യപ്പെടാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം ഓരോ ഉപഭോക്താവിനുമുണ്ട്. ഗ്യാസ് ഏജൻസികളിൽ നിന്നും സിലിണ്ടർ എത്തിക്കുന്നവരുടെയൊക്കെ തന്നെ കൈവശം നിർബന്ധമായിട്ടും ഡിജിറ്റൽ ത്രാസ് ഉണ്ടായിരിക്കണം എന്നതാണ് നിയമം. 14 കിലോഗ്രാം ഗ്യാസ് അടങ്ങിയ ഒരു ഗാർഹിക സിലിണ്ടറിൻ്റെ
അതിൻ്റെ ആകെ ഭാരം നിറകുറ്റി 29 കിലോഗ്രാം ആയിരിക്കണം. ഇതിൽ കുറവുണ്ടെങ്കിൽ സിലിണ്ടർ സ്വീകരിക്കാതിരിക്കാനും പരാതി നൽകാനും നിങ്ങൾക്ക് സാധിക്കും. ഇത്തരം കൃത്രിമങ്ങൾക്കെതിരെ അധികൃതർ പരിശോധനകളൊക്കെ തന്നെ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ബോധവൽക്കരണം മാത്രമാണ് ഇതിനൊരു ശാശ്വത പരിഹാരമെന്ന് പറയുന്നത്. അതിനാൽ തന്നെ പുതിയ സബ്സിഡി നിയമങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ വിതരണ രീതികളെക്കുറിച്ചുമുള്ള ഈ പ്രധാന അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഗൗരവത്തോടെ കാണുക. ഈ വാർത്ത നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും മറക്കാതെ ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.